കൂട്ടുകാർക്ക് നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ മൗനരാഗം സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ? അങ്ങനെതാ നമ്മുടെ കിരണും കല്യാണിയും ഒക്കെ കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പം ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ കാർത്തിക വിളിക്കുകയാണ്. കാർത്തിക വിളിച്ച പാടെ തന്നെ പറഞ്ഞു, അതെ കല്യാണി, കിരണേ, നിങ്ങളുടെ രണ്ടുപേരുടെയും ക്ഷണം സ്വീകരിച്ച് നാളെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ കല്യാണിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമായി. അതിനെന്താ, കാർത്തിക ചേച്ചിക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്ക് വരാമല്ലോ എന്നും പറഞ്ഞിട്ട് കല്യാണി ഫോൺ വെക്കുക. അതിനുശേഷം ദീപയുടെ അടുത്ത് ചെന്നിട്ടു, അമ്മേ ദേ ഞങ്ങൾ പറഞ്ഞില്ലേ അന്ന് ഉദ്ഘാടനത്തിന് പോയത്, അവര് നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് കാർത്തിക. അപ്പം അമ്മ നല്ല രീതിയിൽ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കണം, അമ്മയെ ഞാൻ സഹായിക്കാന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ കാദംബരിയും വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ കാദംബരി പറഞ്ഞു, അല്ലടി കല്യാണി, ഞാൻ വരേണ്ടതുണ്ടോ, ഞാൻ വരണോ എന്നുള്ള രീതിയിലൊക്കെ അവൾക്ക് ഭയങ്കര ഒരു സംശയം. അപ്പോഴാണെങ്കിലോ കല്യാണി പറഞ്ഞു, ചേച്ചി ഉണ്ടാവണമെന്ന് പുള്ളിക്കാരി പ്രത്യേകം പറഞ്ഞതാണ്. ചേച്ചിയോട് എന്തോ വലിയൊരു സ്നേഹമുണ്ട്, അതുകൊണ്ട് ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാദംബരിയെ നിർബന്ധിച്ച് കല്യാണി ഇങ്ങനെ സംസാരിച്ചു. അങ്ങനെ ഇവരെല്ലാവരും നല്ല രീതിയിലൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മുടെ കാർത്തികയെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഈ സമയത്ത് കാർത്തിക അവരുടെ വീട്ടുമുറ്റത്തേക്ക് വന്ന പാടെ തന്നെ കിരണാണെങ്കിലോ, വാ ഞങ്ങള് ഇയാളെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ദേ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കിയ ആ ഒരു ഫുഡിൻ്റെ ആ ഒരു രുചി അത് കാർത്തിക അറിയുമെന്ന് പറഞ്ഞിട്ട് കിരൺ വലിയ കാര്യത്തിന് സംസാരിച്ചു. കല്യാണിയും വന്നിട്ട് പറഞ്ഞു, ചേച്ചി വാ, ദേ ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വലിയ കാര്യത്തിന് കാർത്തികയെ പിടിച്ച് അവിടെ അങ്ങ് ഇരുത്തി. അതിനുശേഷമാണെങ്കിലോ ദീപയും കാദംബരിയും ഒക്കെ കൂടി കുടിക്കാനും കഴിക്കാനും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. അങ്ങനെ ഇവർ വളരെ സന്തോഷമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ, അല്ല കിരണേ, എങ്ങനെയുണ്ട് കിരണിൻ്റെ ഇപ്പോഴത്തെ ബിസിനസ്സും ഓഫീസും ഒക്കെ എങ്ങനെ പോകുന്നു എന്ന് കാർത്തിക ചോദിക്കുകയാണ്. അതൊക്കെ വളരെ ഗംഭീരമായിട്ട് പോകുന്നു. സാധാരണ ഉണ്ടല്ലോ ഒരു പ്രോപ്പർട്ടി ആരെങ്കിലും ഒരാൾ നമ്മളെ കാണിച്ചു തരും, അവിടെ നമ്മൾ കല്ലിടലും അതിൻ്റെ ചടങ്ങുകളും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിവിടുന്ന് ചിലപ്പോൾ വല്ല വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോവും. പിന്നീട് നമ്മൾ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് താക്കോല് കൊടുക്കുന്ന സമയത്തായിരിക്കും അവരെ തമ്മിൽ കാണുന്നത്. എന്തായാലും അതിലും ചെറിയൊരു ബിസിനസ്സും കാര്യങ്ങളും ലാഭവും ഒക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും അല്ലാട്ടോ ചെയ്യുന്നത്. നമ്മൾ വളരെ സത്യസന്ധമായിട്ട് തന്നെയാണ് ഇതുവരെയും നമ്മുടെ പ്രോജക്റ്റുകളൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാർത്തികയ്ക്ക് വേണ്ടിയിട്ട് വീട് വെച്ച് തരാനെന്നൊക്കെ പറഞ്ഞു. കിരണിനോടും കല്യാണിയോടും ഒക്കെ വളരെയധികം താല്പര്യത്തോടു കൂടി തന്നെയാണ് കാർത്തിക സംസാരിക്കുന്നത്. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും അമ്മ ഉണ്ടാക്കിയ ആ ഒരു ഫുഡ് ഒരു രക്ഷയില്ലാട്ടോ, എന്ത് ടേസ്റ്റാണ്. ദേ ഈ കൈപ്പുണ്യമാണോ കല്യാണിക്ക് കിട്ടിയതെന്ന് നമ്മുടെ കല്യാണിയോട് ഇങ്ങനെ ചോദിക്കുകയാണ് കാർത്തിക. അപ്പോൾ കല്യാണി പറഞ്ഞു, അത് തന്നെയാണ്, എൻ്റെ അമ്മ മാത്രമല്ല നല്ല രീതിയിൽ എൻ്റെ മൂത്തമ്മയും ഫുഡ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ കല്യാണിയുടെ മൂത്തമ്മയും അതുപോലെ തന്നെ നമ്മുടെ കാർത്തികയുടെ മൂത്തമ്മയും ഒക്കെ സെയിം ആണല്ലോ. ഇപ്പം പ്രകാശനെയും അതുപോലെ തന്നെ നമ്മുടെ മൂങ്ങാമുത്തശ്ശിയും പിടിച്ചു നിർത്തിയിരിക്കുകയാണ് കല്യാണിയല്ല കാർത്തിക. അതുകൊണ്ട് തന്നെ കാർത്തിക പറഞ്ഞു, ആണല്ലേ, ഇതൊക്കെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യത്തിന് ഇങ്ങനെ നമ്മുടെ കാദംബരിയോടും വിശേഷങ്ങളൊക്കെ തിരക്കി. അങ്ങനെ അവൾ വലിയ സന്തോഷത്തിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മുടെ പ്രകാശനാണെങ്കിൽ എങ്ങനെയെങ്കിലും തൻ്റെ മകൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് കാർത്തികയെ പറഞ്ഞ് ധരിപ്പിക്കണം. അതിനുശേഷം അവനെ പുറത്തിറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ കാർത്തികയെ കാത്ത് പ്രകാശൻ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കാർത്തികയാണെങ്കിൽ അവിടെ വന്നു. പറയച്ചാ, എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞതെന്ന് ഇവള് ചോദിക്കുമ്പോഴത്തേക്കിനും, മോളെ അച്ഛന് വലിയൊരു സങ്കടമുണ്ട്, മോൾക്ക് അറിയാമോന്ന് എനിക്കറിയില്ല. ദേ മോൾ എൻ്റെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളും ഒക്കെ അറിഞ്ഞതല്ലേ, എൻ്റെ പെമ്മക്കള് എന്നെ തള്ളിക്കളഞ്ഞ കാര്യങ്ങൾ മോള് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ മോളുടെ ഈ ഒരു സ്നേഹം കാണുമ്പം എൻ്റെ മകളെപ്പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനാണെങ്കിൽ അങ്ങ് സോപ്പിട്ട് പതപ്പിക്കുകയാണ്. അപ്പം കാർത്തിക അതിലും വലിയ വെട്ടിയ പുള്ളിയാണല്ലോ. അവളാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചു, എന്തൊക്കെ കള്ളത്തരം ഇയാൾ പറയുന്നത്, എന്തൊക്കെ പറഞ്ഞാലാണാവോ ജീവിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഇവള് ചിന്തിച്ചിങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ പ്രകാശൻ തൻ്റെ മനസ്സിൽ അടക്കി വെച്ചിരുന്ന കാര്യങ്ങൾ, നമ്മുടെ വിക്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, മോളെ നിനക്കറിയില്ല, ദേ എനിക്കൊരു മോൻ കൂടെയുണ്ട്. ആ മോനുണ്ടല്ലോ, അവൻ ഒരുപാട് കഷ്ടപ്പെട്ടാ ജീവിച്ചു വന്നത്. അവൻ അതിനിടയ്ക്ക് ഒരു പെങ്കൊച്ചിനെ സ്നേഹിച്ചു. നീ അറിയുമായിരിക്കും, ആ കിരണിൻ്റെ ഒക്കെ പെങ്ങളാണ് സോണി എന്ന് പറഞ്ഞു.
അപ്പം ആ പെങ്കൊച്ചിനെ സ്നേഹിച്ചതും അവനും അവൾക്കും ഒരു ചെറിയ കയ്യബദ്ധം പറ്റി. അങ്ങനെ എൻ്റെ മകൻ അവളെ ഉപേക്ഷിക്കാനൊന്നും തയ്യാറായില്ല. അവൻ നന്മയുള്ളവനാണ് മോളെ. അവൻ അവളെ കല്യാണം കഴിച്ചു. പക്ഷേ പണക്കാരിയായിട്ടുള്ള ആ ഒരു പെണ്ണ് എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അവൾക്കിപ്പം അവളുടെ പത്രാസിനൊത്തുള്ള ആളായിട്ട് അവൾക്ക് തോന്നുന്നില്ല. അങ്ങനെ അവനെ ഉപേക്ഷിക്കുക ചെയ്തത്. ഞങ്ങൾ ആരും ഒരു തെറ്റുകാരും അല്ല. എൻ്റെ കിരണല്ല, സോറി കേട്ടോ, എൻ്റെ വിക്രം ആണെങ്കിൽ വളരെയധികം നല്ല സ്വഭാവമുള്ളൊരു മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യത്തിന് ഇങ്ങനെ സംസാരിച്ചപ്പം നമുക്ക് അറിയാമല്ലോ, നമ്മുടെ കാർത്തികയ്ക്ക് സകല കാര്യങ്ങളും അറിയാമെന്ന്. അവളെല്ലാവരെയും മനസ്സിലാക്കി തന്നെയാണ് ഇവിടെ വന്നതും പുതിയ കളികൾ നടത്തുന്നതും. അപ്പം ഇവരിങ്ങനെ സംസാരിച്ചു. അല്ല അച്ഛാ, ഞാൻ നീ എന്താ ചെയ്യേണ്ടതെന്ന് കാർത്തിക ചോദിക്കുമ്പോൾ, മോളെ എങ്ങനെയെങ്കിലും നിരപരാധിയായി എൻ്റെ കുഞ്ഞിനെ വെളിയിൽ കൊണ്ടുവരണം. ആ കല്യാണിയും കിരണും ഒക്കെ കൂടി ട്രാപ്പ് ചെയ്തിട്ടാണ് എൻ്റെ അങ്ങനെ നമ്മുടെ പ്രകാശനാണെങ്കിൽ വിക്രത്തെ കുറിച്ചിട്ട് വളരെ നന്നായിട്ട് സംസാരിക്കുകയാണ്. മോൾക്ക് അറിയില്ല, എൻ്റെ മോൻ അത്ര വലിയവനായിരുന്നു. അവനെ പല കാര്യങ്ങളിലും പെടുത്തി, പല കള്ളക്കേസിലും പെടുത്തി ഇപ്പം അവനെ ജയിലിലാക്കി വെച്ചിരിക്കുകയാണ്. മോളെ, നീ വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോനെ പുറത്തിറക്കാൻ സാധിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് മോളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെ കാണണം. ആ രീതിയിൽ തന്നെ എൻ്റെ മോനെ ഇറക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇത്രയും കാര്യത്തിലൊക്കെ പ്രകാശൻ സംസാരിച്ചപ്പോഴത്തേക്കിനും, അല്ല വിക്രം എന്ത് കുറ്റമാണ് ചെയ്തതെന്ന് നമ്മുടെ കാർത്തിക ചോദിക്കുകയാണ്. അത് മോളെ ഒന്നും പറയണ്ട, അവൻ ചെറിയ രീതിയിലൊക്കെ എന്തൊക്കെയോ തെറ്റ് ചെയ്തു, മോഷണ ശ്രമമാണെന്നൊക്കെയാണ് അവർ വരുത്തി തീർത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ഹൃദയത്തെ തൊട്ട് പറയുക, എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ സത്യസന്ധനാണ്, നല്ലൊരു ചെറുപ്പക്കാരൻ. അവനെ ഇങ്ങനെയൊക്കെ നശിപ്പിക്കുന്ന രീതിയിൽ ആക്കി വെച്ചിരിക്കുക അവൻ്റെ സഹോദരിമാര് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കിനും ഇവരെയൊക്കെ കുറിച്ചുള്ള ഏകദേശ ഐഡിയയും കാര്യങ്ങളും നമ്മുടെ കാർത്തികയ്ക്കുണ്ടല്ലോ. കാർത്തികയാണെങ്കിൽ പ്രകാശിന്റെ ഒപ്പം ഇപ്പൊ നിൽക്കുന്നതായിട്ട് അഭിനയിക്കുകയാണ്. അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട. അച്ഛന് 2 പെൺമക്കൾ ഉണ്ടായിട്ട് അവരാരും അച്ഛനെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഞാനില്ലേ അച്ഛനെ നോക്കാനായിട്ട്. അച്ഛൻ എന്തിനു സങ്കടപ്പെടുന്നത്? അവൻ എൻ്റെ ഒരു അനീജനല്ലേ എന്ന് പറയുമ്പോഴത്തേക്കിനും പ്രകാശൻ അവിടെ പ്ലേറ്റ് തിരിക്കുകയാണ്. മോളെ, അങ്ങനെയൊന്നും നീ കരുതുവൊന്നും വേണ്ട. അവൻ നല്ലൊരു മോനാണ്. നീ എന്തായാലും അവനെ പുറത്തിറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. വലിയ സന്തോഷത്തില് പ്രകാശൻ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അവനെ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറക്കണം. എൻ്റെ അഞ്ചത്തിമാരെ ഇട്ട് കഷ്ടപ്പെടുത്തിയവനാണ്. അവനെ അങ്ങ് ചുമ്മാ വിട്ടാൽ പറ്റത്തില്ലല്ലോ. ആ രീതിയിലൊക്കെ നമ്മുടെ കാർത്തിക ഇങ്ങനെ ആലോചിക്കുക. അങ്ങനെ കൈയോടുകൂടി കാർത്തികയും കൂട്ടിയിട്ട് പ്രകാശൻ ജയിലിലേക്ക് ചെല്ലുക. അപ്പൊ ജയിലിൽ ചെന്നതും, മോളെ എനിക്ക് അകത്തോട്ട് വരാൻ പോലും പറ്റുന്നില്ല, അത്ര കണ്ട് ഞാൻ വലിയ വിഷമത്തിലാണ്. അച്ഛൻ സങ്കടപ്പെടണ്ട, ഞാൻ വിക്രത്തെ കണ്ട് സംസാരിക്കട്ടെ. അവന് വേണ്ടിയിട്ട് നല്ലൊരു വക്കീലിനെ നമുക്ക് ഏർപ്പാടാക്കാം. അച്ഛൻ സങ്കടപ്പെടേണ്ട കേട്ടോ എന്നും പറഞ്ഞ് നമ്മുടെ കാർത്തിക പ്രകാശനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കൂടെ കൂട്ടുന്നത് കാണിക്കുകയാണ്. അപ്പം നമ്മുടെ വിക്രം ആണെങ്കിലോ അവിടെ നിന്നും ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു വിശേഷത്തിനായിട്ട് കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.